ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനും മോളൊക്കെ സുഖമായിട്ടിരിക്കണം കേട്ടോ. ഞങ്ങളിന്ന് ഞങ്ങളെ വീട്ടിൽ പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്, സാധനങ്ങളൊക്കെ എടുത്തൊക്കെ കേട്ടോ. ബാഗ് പാക്ക് ചെയ്യട്ടെ, വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ കാണിച്ചു ഇപ്പോൾ ഇതാ ഡ്രസ്സും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ പിന്നെ നമ്മളെ ഫോണ്, ചാർജർ ഒക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ഇത് കട്ടിലൊക്കെ വാരി വലിച്ചിട്ടതാണ് കേട്ടോ ഡ്രസ്സ്. ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം, പോകുമ്പോൾ മടക്കി വെക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിടാൻ ഡ്രസ്സ് വേറെ ഇടട്ടെ. ഇതൊക്കെ എന്താ ഇങ്ങനെയെന്ന് വെച്ചാലേ, ഞാൻ ഷോപ്പിൽ പോകണല്ലേ, അപ്പോൾ അയൽമൊന്ന് കൊടുത്തിട്ടാണ് കൂട്ടുന്നതാണ്. പിന്നെ രാത്രിയിലൊക്കെ ടൈം കിട്ടുമ്പോൾ മടക്കി വെക്കണം. അപ്പം എനിക്ക് സമയം കിട്ടിയിട്ടില്ല മടക്കാനുള്ള. ഷെല്ല ബുക്ക് എടുക്കണമൊക്കെ, ഷെല്ല ബാഗ്. അപ്പം ഷെല്ല ക്ലാസ്സിന് പോകണില്ല കേട്ടോ. അപ്പം ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. അവൾക്ക് ചെരുപ്പ് മേടിക്കണം, പിന്നെ പല കാര്യങ്ങളുണ്ട്. പിന്നെ ഒന്ന് രണ്ട് സാധനം കൂടി തപ്പാനുണ്ട് കേട്ടോ. അത് ഞാൻ വന്നൊക്കെ കണ്ടില്ല, എടുക്കണം ഒക്കെ ഒന്ന് എടുത്തേക്കണം. ഇത് പുതിയതാണ് കേട്ടോ, ഇത് പുതിയതാണ്, നമ്മൾ ഇട്ടിട്ടേ ഇല്ല. ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. ജാക്കറ്റാണ്, അതൊക്കെ താഴത്തെടുക്കണത്. ലൈറ്റ് എടുത്തിട്ടെ പൈസ. അപ്പം ഇതെന്താ ഇന്ന് പോകണമെന്ന് വെച്ചാലേ, നോമ്പ് തുറണ്ട് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലേക്ക് 2 ദിവസത്തെ നിൽക്കാൻ പോവാണ്. അപ്പോൾ നോമ്പ് തുറക്ക് പോയിട്ടില്ല, അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഷോപ്പിലും പോകുന്നുണ്ട് കേട്ടോ. ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്നാണ് ഞാൻ പോവുള്ളൂ. പിന്നെ മോളും താത്തക്ക ഇവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. ഞാൻ ബാക്കി ഇനി വീഡിയോ അവിടെ നിന്ന് എടുക്കണ്ട കേട്ടോ. നോമ്പ് തുറൻ്റെ എല്ലാവരും കൂടെയുള്ള വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുക്കണ്ട. ഇനി സാധനങ്ങൾ തപ്പാനുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നോക്കണം എന്തൊക്കെ എടുക്കണോ. നമ്മൾ പോകുമ്പോൾ അങ്ങനെയാണ് കേട്ടോ, എന്തെടുത്താലും എടുത്തില്ലെങ്കിലും ഒന്നും അങ്ങനെ മനസ്സിലാവില്ല എന്തൊക്കെ എടുക്കണം എന്തൊക്കെ എടുക്കണ്ടെന്നുള്ളത്. പിന്നെ എന്തൊക്കെയായിരുന്നു, ഈ ഫോണിൽ ക്യാമറ പിടിച്ചവന് തീരെ കിട്ടൂല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ, പോകാനുള്ള അധികം നേരം വയ്ക്കാൻ പറ്റൂല. മാറ്റില്ല ജീശൽ ഇതാ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മേക്കപ്പ് ഒന്നും ഇടണ്ട, അവള് നോമ്പാണ്. അപ്പം മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ. വേഗം മതി കുറച്ച് മേക്കപ്പ് മതി, അധികം ഇടണ്ട കേട്ടാ. നോമ്പാണ്, റംസാൻ മാസത്തൊന്നും ആരും മേക്കപ്പ് ഇടൂല, അങ്ങനെ ഇടൂല. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇടാന്നല്ലാതെ. അപ്പം ഞങ്ങൾ മാറ്റില്ല, ഇനി ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ ഇനി ഇപ്പം ഞങ്ങൾ ഇറങ്ങും. നോക്ക് എല്ലാവരും നോമ്പ് എങ്ങനെ ഉണ്ട്. ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നോമ്പായിട്ട്. അപ്പോൾ ഇന്ന് പോകണം. ഇന്ന് ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ പോവും. ഞാനൊരു 4 മണി 3 മണിക്കൊക്കെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പോവും. പിന്നെ ഇനി നാളെയും മറ്റന്നാൾ എനിക്ക് ലീവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നാളെയും മറ്റന്നാളും പോകണ്ടല്ലോ, അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോണത്, തറവാട്ടൊക്കെ. മറ്റോളാണ്, അങ്ങനെയാണ്. അപ്പോൾ ഇതാ ശെല്ലിൻ്റെ ഡ്രസ്സ് രസമുണ്ടാ. ഇങ്ങനെ ഇരുന്നാ ശെല്ലിൻ്റെ ഡ്രസ്സ് ഇങ്ങനെ കാണൂലല്ലേ, ഇങ്ങനെ കാണുന്നില്ലല്ലേ ശെല. ഇനി പിന്നെ കാണിച്ചിട്ടുണ്ട്, ബാക്ക് എടുത്ത് മറ്റേ ചില കാണിച്ചിട്ടുണ്ട്. മറ്റില്ല ഇങ്ങനെ എന്നൊക്കെ ഉള്ളിലേക്ക് വെക്ക്, നെല്ലാം എടുത്ത് അതേപോലെ വെക്ക്, അതൊക്കെ വെക്ക്. പിന്നെ ബെൽറ്റും ബാറ്റും ഇവിടെ വെക്കല്ലേ, അത് അവിടെയും വെക്ക്. ബാബ് അവിടെ വെക്ക്. എന്താ വെച്ചാൽ എല്ലാ സാധനവും എടുത്ത സ്ഥലത്ത് വെച്ചാൽ പിന്നെ ഞമ്മക്ക് എളുപ്പമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ കാണാതാവും. അങ്ങനെ ഒരു സംഭവമുണ്ട്. വായിച്ചല്ല കഴിഞ്ഞെങ്കിൽ ലൈറ്റ് എടുത്തി വാ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പോവാന്ന് പറഞ്ഞാൽ പോരാ, ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാണ്ടാവും കേട്ടോ. ഇതെന്താ ഇങ്ങനെ നിങ്ങൾ വിചാരിക്കില്ല, അത് ഊഞ്ഞാലായിരുന്നു കേട്ടോ. അതിൻ്റെ മോൾക്കൊരു ഊഞ്ഞാല നമ്മൾ മില്ലിൽ നിന്ന് ഇതാക്കൂലേ, കഷ്ണം വാങ്ങിയിട്ട് ഊഞ്ഞാല റെഡിയാക്കിയിരുന്നു. പക്ഷേ ഊഞ്ഞാല എന്താ പറയുക, എന്തോ പറ്റിപ്പോയിന്, കയറ് പൊട്ടി, ഇപ്പോൾ കെട്ടാൻ പറ്റില്ല. അതാ സബ്ബുണ്ടടാ, ഞാൻ വീണു ഊഞ്ഞാല വന്ന്. അടിയിലല്ലല്ലോ എടുക്കേ, ബാഗ് കണ്ടിട്ടാ കയ്യിൽ കുട്ടിയാണ് പോലെ എങ്ങോട്ടൊക്കെ അതെ. എന്റെ ചെരുപ്പടില്ല, എന്റെ ചെരുപ്പ് ചെരുപ്പിട്ടെ. അപ്പൊ നമുക്ക് ഒന്നും കൂടി ബാക്കിലേക്ക് പോവാം. കുറ്റി അടിച്ചു അതുകൊണ്ട് കാല് താ. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. ഇനി ബസ് കയറിയിട്ട് ഞാൻ ഷോപ്പിലേക്ക് പോവും, ഇവർ ആണ്ട് നേരെ വീട്ടിലേക്ക് പോവും.
എന്താ സാധനങ്ങൾ മേടിക്കാണ്ട് പറഞ്ഞു. ഇശൽ അതാ അവിടെ നിൽക്കണം, അതാ നിൽക്കണം അവിടെ. ഇശല് വയറും വീർപ്പിച്ച് നിൽക്കണ്ട അവിടെ. ഹൈ ഹൈ ഇശലിൻ്റെ നിർത്തം അങ്ങനെ കേട്ടോ. വയറ് എന്താണെന്ന് അവൻ തിന്നിട്ടൊന്നുമില്ല. ഇന്ന് പൗലും ചായ കുടിച്ചത്. നോമ്പില്ല കേട്ടൊന്ന്. നാളെ നോൽക്കല്ലേ മോളെ? നാളെ നോൽക്കലേന്നറിയാം. നാളെ സ്കൂളില്ലല്ലോ. പിന്നെ അപ്പം നടക്ക്. ഇശല്ല കാൽമൊന്നും ഓടണ്ട. ഇല്ല ഇജ് ഫ്രണ്ടിൽ നടന്നോ. ഇശല്ലേ അതും പൊന്തിക്കണ്ട, അല്ലെങ്കിൽ തന്നെ പൊന്തിയിട്ടാണ്. ഇനി പിന്നെ പൊന്തിച്ച് നടക്കണ്ട. മുടി ശരിയാക്ക്, മുടി ശരിയാക്ക്. ആ അതാണ് ഈ വള്ളിയുണ്ട്, താഴേക്ക് നോക്കിയില്ലെങ്കിൽ വള്ളിയുണ്ട്. പിന്നെ മോളെ ബനീന് നല്ല വലിപ്പം കൂടുതലാട്ടോ, പിന്നുത്തി കൊടുത്താണ്. കാണുന്നില്ല അല്ലേ? അറിയുന്നില്ലേടി, മുടി അങ്ങോട്ട് ഇടുമ്പോൾ അറിയില്ല. അത് കഴുത്ത് ഇങ്ങനെ തൂങ്ങിക്കെടുക്കുന്നുണ്ട്. ഈ വള്ളി കൂടി പോവാനും കുറച്ച് പണിയുണ്ട്. നടക്ക്. ഒരു ദിവസം വികാൻ പോയടി ഞാന്. ആ ചെരിഞ്ഞ് നടന്നിട്ടേ ഞാൻ ഒരു ദിവസം വികാൻ പോയിക്കണം. മോന്ത പോണ്ടേയിരുന്നില്ല. ഇവിടെയാണ് ഇരുത്തക്കാർ. ആ കൊല കെട്ടിക്കൊണ്ടായ അവിടെ ഒരു കൊല കിടന്നീന്ന് കെട്ടിക്കണല്ലേ? ആ വെട്ടിക്കണം. നടക്ക്. എന്തിന് അങ്ങനത്തെ ചെരുപ്പ് ഇടണടി? ഇവിടെ മറ്റേ ഐറ്റം ചെരുപ്പ് എന്നെ ഇട്ടിട്ട് ഹീലില്ലാത്ത ചെരുപ്പ് ഇട്ടിട്ട് അവൾക്ക് എന്തോ പോലെ. അങ്ങനത്തെ ഇങ്ങനത്തെ ചെരുപ്പിട്ട് ശീലമാവണം ഒരു മനുഷ്യനാവുമ്പോ അല്ലേ? എല്ലാ ചെരുപ്പിട്ട് ശീലമാവണ്ടേ? പാടത്ത് കൂടി ചൂടുണ്ട് കേട്ടാ. ഈ സമയമായപ്പോൾ തന്നെ ചൂട് വന്നിട്ടുണ്ട്. ലഗേജ് ഉണ്ടെന്ന്. ലഗേജ് നല്ല വെയിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ എന്നും പോണ വഴിക്ക് പോകാൻ പറ്റില്ല. നടക്ക്. എന്തോടി എന്നാലും പൊന്തൊക്കെ പൊയ്ക്കണ് വെയിലായപ്പോ. അതുകൊണ്ട് പേടില്ല. മറ്റേ പാമ്പും ചേരും വരുമോ എന്നുള്ള പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്ന് തോട് വരമ്പിൽ എത്തിയിട്ടോ. കണ്ടില്ല അവർ പോണത്? ഞാൻ താഴേക്ക് ഇറങ്ങിയില്ലെങ്കിൽ സീനാവും എന്നും പറയണ തന്നെ കേട്ടോ. കാരണം അങ്ങനെയാണത്. താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ മണൽ കൂടി നടക്കാൻ വയ്യ. മണലൊക്കെ ചൂടായിക്കണം കേട്ടോ. നേരമായപ്പോത്തിന് 9:30 ആയിട്ടേ ഉള്ളൂ. 9:30 ആയപ്പോത്തിന് മണൽ ചൂടായിക്കണം. വെയിറ്റ് ഉണ്ട് നല്ലെന്ന്. എന്നെ കാണുന്നുണ്ടോ? നമ്മൾ കയ്യിൽ തന്നെ പിടിച്ചിട്ടാണ് ഫോണിൽ വീഡിയോ എടുക്കുന്നത്. ഇതൊന്നുമില്ല, സ്റ്റിക്കൊന്നുമില്ല, കൈ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് കേട്ടോ അങ്ങനെ ഇരിക്കണേ. അപ്പം ഞങ്ങളിവിടെ സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് കേട്ടോ. സ്റ്റോപ്പ് എന്ന് പറയണമെന്നില്ല, എന്തോ ഒരു ചെന്താണ് അവിടെ ഇരിക്കുന്നത്. ബസ് കാത്തുക്കാൻ 10 മണി കറക്റ്റിനെ ബസ് എത്തുള്ളൂ. അപ്പോൾ ബസ്സിന് വെയിറ്റിങ്ങില്ല, ആയിട്ടില്ല, ടൈം ആയിട്ടില്ല. വിഷയം ഇതവിടെ പോത്തിന് ആ ക്യാബിൽ ഫോൺ കാണുന്നു. ഞാൻ ആ ക്യാബിൽ വീഡിയോ ഇനിയിപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ കയറി പിന്നെ അവിടെ എത്തിയതിന് ശേഷം ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം ബാക്കി വീഡിയോ ഓരോന്ന് കഴിഞ്ഞിട്ട് പാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ.